വിഷ്ണു നീ ഇങ്ങോട്ടൊന്ന്. എന്താടാ അനന്ത് ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്താ പ്രശ്നം? എടാ റിയാസോട് ചെറിയ സംസാരം ഉണ്ടായിരുന്നു. എന്താടാ നീ റിയാസിനെ അടിക്കുന്ന കൊല്ലുന്ന അങ്ങനെ പറഞ്ഞോ? എടാ ഞാൻ ഇവിടുന്ന് വീടും ഫസ്റ്റ് വിട്ടിട്ട് പോകാൻ വേണ്ടിയിരിക്കുമല്ലേ, അവൻ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുന്നേ. ഇന്നലെ ജോലി സ്ഥലത്ത് നിന്ന് പൈസ ഇട്ടില്ലെന്ന് പറഞ്ഞ് ഓൾറെഡി അവൻ ദേഷ്യക്കൊണ്ടിരുന്നേ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? പൈസ പിന്നെ ജോലിക്ക് വിളിച്ചേ ഞാൻ വെക്കും, എന്നെ നിങ്ങളൊന്ന് വിളിക്കല്. നീ കാണാൻ ചൂടാവുന്ന എന്തിനാടാ? പിന്നെ പണി ചെയ്തിട്ട് പൈസ എന്ത് വേണം? അമ്മ ഹലോ അമ്മ, എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന് തന്നെ ആഗ്രഹം. ആ വന്നവരത്തല്ല റിയാസ് പറയാം വഴിയില്ല തേങ്ങയില്ലെന്നൊക്കെ. ഞാനിപ്പോൾ എന്ത് വേണം? അവൻ എന്നെ ഒന്ന് വെല്ലുവിളിച്ചിട്ടെ അത് വിറ്റിട്ട് പോകുന്ന എനിക്കൊന്ന് കാണണം. നോക്കി ശരിക്കും നോക്കി അവൻ. നീ ഒന്ന് അടങ്ങേ. ഇല്ല എനിക്ക് ചോദിച്ചു എടുത്തോളൂ. നിന്നെ ഞാൻ എന്തുണ്ടാക്കാൻ വന്നടാ? എനിക്ക് ഒന്നാമത് അവിടെ താമസിക്കണമെന്നില്ല. നീ ഒറ്റത്തിന് കാരണം വിറ്റൊന്നുമില്ല. നീ വെറുതെ അവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്ന് പോടാ, നിനക്ക് അറിഞ്ഞൂടായിരുന്നോ മേടിക്കാത്ത വഴിയില്ലെന്ന്? നിനക്ക് നടക്കാൻ തന്നതും പോരാ, വിൽക്കാൻ വഴി വേണോടാ. ഞാൻ വിൽക്കും, ആ വഴിയുടെ പേര് തന്നെ വിൽക്കും. നീ വിടോ കാണാം. നിന്റെ കൂടെ എല്ലാവരും ഉള്ളതിന്റെ കാര്യത്തിൽ നീ കിടന്ന് കാണിക്കുന്നെങ്കിലേ നിന്നെ എവിടെ നിന്ന് ഒറ്റയ്ക്ക് കിട്ടും. അന്ന് ഞാൻ പറഞ്ഞോളാം. നീ ഇങ്ങോട്ട് വന്നേ, ആൾക്കാരൊക്കെ നോക്കുന്നു. ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു, കേൾക്കണ്ടേ? ഇവിടെ ഒന്നാമത് വീട്ടിലെ പ്രശ്നം, പിന്നെ ജോലിയുടെ പ്രശ്നം, പിന്നെ അവൻ കൊണ്ടുവരുന്ന ഓരോ പ്രശ്നങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നീ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന അടങ്ങ്. ഇങ്ങോട്ട് വന്നേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റിയാസിന് ഇന്നലെ ആരൊക്കെയോ ചേർന്ന് അടിച്ച്. അവൻ അല്ലെങ്കിൽ രണ്ടെണ്ണം കിട്ടട്ടെ. എടാ പൊട്ട, അവ ആളെ വിട്ട് അടിപ്പിച്ചെന്ന് ഇപ്പൊ എല്ലാരും പറയുന്നത്.